ഹായ്, സനുമൊക്കെ ഹലുവ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതെല്ലാം ആദ്യമായിട്ട് കാണണം എന്നുള്ളവർ എന്തായാലും കമൻറ്റും ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനൊരു കപ്പ് റവ, അരക്കപ്പ് ഷുഗർ, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം, പിന്നെ നാളികേരം ചെരുവിയത് വേണം, പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. കുറച്ച് ഒരു ബൗള് കോക്കനട്ട് മിൽക്ക് വേണം, നമുക്ക് ആ റവ വേവാൻ ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് കശകശയാണ് കേട്ടോ, കസ്കസ് വേണം. പിന്നെ മെയിനായിട്ടുള്ളതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നെയ്യിലല്ല ഇത് ഉണ്ടാക്കുക, ഇത് വെളിച്ചെണ്ണയിലാണ്. ഇനി പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ശർക്കര എടുക്കാട്ടുള്ളൂ. പക്ഷേ ഇത് പഞ്ചസാരയിലാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ ഒരു ചീഞ്ചട്ടിയിൽ ഒഴിച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല മണമാണ് ഇതിപ്പോൾ വറുക്കുമ്പോൾ. വെളിച്ചെണ്ണയിൽ വറുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നല്ല മണമാണല്ലോ. പിന്നെ നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് നല്ല ചോപ്പായിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇത് നോക്കൂ. ഇനി നമുക്കിത് നല്ല വറുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ നമ്മളിത് വറുത്ത് കോരി എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയിലായ കാരണം ഇതൊരു ഭയങ്കര ഒരു മണമാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിതെല്ലാം വറുത്ത് കോരി മാറ്റിയെടുക്കാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ അതേ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് നമ്മളുടെ റവ കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല പൊന്നിറായിട്ട് വറുത്തെടുക്കണം കേട്ടോ. പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ അല്ല, നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ട് വരണം വരെ. നമുക്കറിയാലോ റവയുടെ വേവ്. അതുപോലെ വറുത്തു. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ റവ വേവാനുള്ള വെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ല കൈവിടാതെ കുറച്ച് നേരം ഇളക്കി കട്ട കെട്ടാതെ നമുക്കിത് വേവിച്ചെടുക്കണം. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തണം കേട്ടോ. നമ്മൾ മധുരമുള്ള എന്തിലും ഉപ്പ് ചേർത്തണം. പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തി കൊടുക്കണം. ഒരു നുള്ള് മതി കേട്ടോ, അധികം വേണ്ട, കുറച്ച്. അപ്പോൾ ഒരു നുള്ളു ഉപ്പും ചേർത്തി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരികുന്നൊക്കെ വിട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ റവേകത ഒരുവിധം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് അരികുന്നൊക്കെ വിട്ട് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ. വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണം മധുരമായ കാരണം നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വശത്തുനിന്നൊക്കെ വിട്ട് വന്നു, നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല വശത്തുനിന്നൊക്കെ ഒട്ടിപ്പിടിക്കാതെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നാളികേരം വറുത്തിട്ടില്ലേ, അതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വശത്തുനിന്നൊക്കെ വിട്ട് വന്നു. ഇത് നന്നായിട്ട് ചൂടോടെ തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പരത്തണം. അത് വെളിച്ചെണ്ണ തേച്ചൊരു പ്ലേറ്റിലേക്ക് നമുക്കിതിനെ പരത്തിയിട്ട് ഇതിനെ കഷ്ണമായിട്ട് നമുക്ക് കേക്ക് പോലെ മുറിച്ചെടുത്ത് കഴിക്കാം. അതെല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേസരി പോലെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ വെളിച്ചെണ്ണ തേച്ച ആ പാത്രത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹലുവ ഒരേ വലിപ്പത്തിൽ നല്ല നൈസായിട്ട് നല്ല അങ്ങനെ സ്മൂത്തായിരിക്കണം മോൾ ഭാഗം. അങ്ങനെ പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ. നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് പരത്തിയിട്ട് ഒരേ ലെവലാക്കി എടുക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കാൻ എന്തായാലും മടിക്കേണ്ട, 5 മിനിറ്റ് പോലും വേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ മതി. ഇത്രയും ടേസ്റ്റുള്ള ഒരു ഹലുവ നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ ഞാൻ കശകശട്ടില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ തേങ്ങയും ഡ്രൈ ഫ്രൂട്ട്സും വറക്കണില്ലേ, ആ സമയത്ത് ത്തിലിട്ട് വറക്കാൻ വേണമെങ്കിൽ അതെല്ലാം പൊട്ടിത്തെറിച്ച് പോവും. അത് കാരണം ഞാൻ അപ്പം ഇടാഞ്ഞത് കേട്ടോ. ഇത് കണ്ടു, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് മിനുസായിട്ട് ഇതിനെ ഒരേ ലെവലിൽ പരത്തണം. നമുക്കത് മുറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങ വറുത്തതും ഇതിൻ്റെ പുറത്തിങ്ങനെ വെതറി കൊടുക്കാം. ഞാനിപ്പോൾ കശകശി ഇതിൻ്റെ മേലെയാണ് കേട്ടോ വെതറി കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ മണമെന്ന് വെച്ച് നല്ലോണം ഇട്ടോളൂ. ഞാൻ ഒരു സ്പൂണ് മാക്സിമം 2-3 ഇങ്ങനെ നുള്ളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കശകശ മേലെ വെതറി കൊടുത്തോളൂ കേട്ടോളൂ. ഞാനൊരു ഏകദേശം ഒരു സ്പൂണോളം കശകശത് അതിൻ്റെ മേലെ വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ടോളൂ. നല്ല മണം ഇഷ്ടമുള്ളവർ നല്ലോണം ഇട്ടോളൂ കേട്ടോളൂ. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നമുക്കൊന്ന് കത്തിയോണ്ട് വരഞ്ഞു വെക്കണം, പീസസായി മുറിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കത്തിയോണ്ടൊന്ന് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോളൂ. അപ്പോൾ നല്ല ചൂടാറിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഒരെണ്ണം മുറിച്ചത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത്ര ആറിയിട്ടില്ല, ഇത് ഉള്ളൊക്കെ നല്ല ചൂടുണ്ട്. എന്നാലും ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ ആറിക്കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് കണ്ടോ, ഇതുപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ?